ബൃന്ദ കാരാട്ട് അടക്കമുള്ള വനിതാ നേതാക്കൾ രംഗത്തെത്തിയതോടെ പ്രതിരോധത്തിലാണ് CPIM. നിർണായക സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ്. രാജ്യാവശ്യത്തിൽ ആനി രാജയെ തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്തെത്തി. കേരളത്തിലെ കാര്യം പറയേണ്ടത് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. തങ്ങളുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇടതുമുന്നണിയിൽ അഭിപ്രായ ഭിന്നതയില്ലെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. ആർ ശ്രീജിത്ത്, പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ്, നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ആർ ശ്രീജിത്ത്, ഗുഡ് ആഫ്റ്റർനൂൺ. നിർണായകമാണ് ഇന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുകേഷിന്റെ രാജിയാവശ്യം പുറത്ത് ശക്തമായി ഉയരുകയാണ്. സമരങ്ങൾ നടക്കുന്നു. എന്തായിരിക്കാം തീരുമാനം? എന്തൊക്കെ കാര്യങ്ങൾ പരിഗണനയിലുണ്ട്? സുജയ, സാധാരണ CPIMന്റെ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ, വെള്ളിയാഴ്ചയിലെ യോഗങ്ങൾ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അവസാനിക്കുകയാണ് പതിവ്. എന്നാൽ ഇപ്പോൾ യോഗം നീണ്ടുപോവുകയാണ്. സാധാരണ 1 മണിക്ക് യോഗത്തിൽ നിന്ന് പുറത്തു പോകാറുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ 1:30 ഈ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ നിർണായക ഗൗരവതരമായ ചർച്ചകൾ CPIMനകത്ത് നടക്കുന്നു എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്നാൽ ഇത് മാത്രമായിരിക്കില്ല, മുകേഷ് വിഷയം മാത്രമായിരിക്കില്ല CPIMന്റെ പരിഗണനയ്ക്ക് വരാൻ പോകുന്നത്. കാരണം സംഘടനാ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്ന സംസ്ഥാന കമ്മിറ്റിയാണ് നാളെ. സംസ്ഥാന കമ്മിറ്റി അവതരിപ്പിക്കേണ്ട റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ സെക്രട്ടേറിയറ്റ് അംഗീകാരം നൽകേണ്ടതുണ്ട്. അതുകൊണ്ടുകൂടിയാവണം ഒരുപക്ഷെ യോഗം നീണ്ടുപോകുന്നത്. എന്തായാലും മുകേഷിൻ്റെ നിയമസ്വാംഗത്വം രാജിവെക്കണമെന്ന ആവശ്യം CPI അടക്കമുള്ള കക്ഷികൾ ഉന്നയിച്ച സാഹചര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ, ഒരു തീരുമാനമെടുക്കാൻ CPIM നിർബന്ധിതമായ സാഹചര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തിവിട്ട കോളിളക്കങ്ങളുടെ അലയൊലികൾ ഇനിയും തീർന്നിട്ടില്ല. അപ്പോൾ അത്തരമൊരു വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായി ആരോപണം നേരിടുന്ന, കേസ് നേരിടുന്ന, ബലാത്സംഗ കുറ്റം ചുമത്തപ്പെട്ട മുകേഷിനെ നിയമസ്വാംഗത്വത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് രാഷ്ട്രീയ നൈതികതയ്ക്ക് ചേരുന്നതല്ല എന്ന നിലപാടാണ് CPIMനെയും മുഖ്യമന്ത്രിയെയും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു നടപടി വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ CPIMലെ മുതിർന്ന വനിതാ നേതാക്കളായ ബൃന്ദ കാരാട്ട് അടക്കമുള്ള ആളുകൾ കോൺഗ്രസിനെ ചാരി ഇത്തരമൊരു തീരുമാനമെടുക്കരുത്, അതായത് കോൺഗ്രസ് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞൊരു തീരുമാനമെടുക്കരുത് എന്ന് അർത്ഥം വരുന്ന തരത്തിലുള്ള ലേഖനങ്ങൾ CPIMന്റെ വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാഹചര്യം ഇതാണ്. ഈ സാഹചര്യത്തിൽ നിന്ന് എന്ത് തീരുമാനം CPIM കൈക്കൊള്ളുമെന്നാണ് അറിയാനുള്ളത്. എന്തായാലും അല്പസമയത്തിനകം സെക്രട്ടറി യോഗം കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുകേഷിനെ സംരക്ഷിക്കാനാണ് തീരുമാനമെങ്കിൽ അതിനകത്ത് മുന്നണിയിലെ ഒരു വലിയ തർക്കവിഷയമായി വളരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കാരണം CPI തങ്ങളുടെ നിലപാട് അറിയിച്ചിട്ടും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ അത് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്ക ഒരു വശത്ത് ഉയരുന്നുണ്ട്. ആർ ശ്രീജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സെക്രട്ടേറിയറ്റ് യോഗം വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇപ്പോൾ പരിഗണിക്കപ്പെടുന്ന വിഷയങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇക്കാര്യത്തിൽ മുകേഷിന്റെ രാജിയിലേക്ക് കടക്കേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അത് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരെ കൊണ്ടുപോകും. അതിൽ ജയസാധ്യത എന്ന് പറയുന്നത് പരിമിതമാണ് എന്നതുകൂടി പാർട്ടി മനസ്സിലാക്കുന്നുണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ മുകേഷിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനല്ലേ സാധ്യത? മുഖ്യമന്ത്രി പ്രതികരിക്കാൻ സാധ്യതയുണ്ടോ ഈ വിഷയത്തിൽ ശ്രീജിത്ത്? സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുകേഷിൻ്റെ രാജിക്കാര്യത്തിൽ കോൺഗ്രസ് MLA-മാർ രാജിവെപ്പിച്ചില്ലല്ലോ എന്നത് മാത്രമല്ല CPIMനെ ഒരു കൺസേൺ ആയി ബാക്കിയുള്ളത്. അത് കൊല്ലത്തൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ മുകേഷ് രാജിവെക്കുമ്പോൾ 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും. ആ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ജയസാധ്യതയുണ്ടോ എന്നതാണ് പ്രശ്നം. കഴിഞ്ഞ 2006 മുതൽ ഇങ്ങോട്ട് CPIM പ്രതികരിക്കുന്ന മണ്ഡലമാണ് കൊല്ലം നിയമസഭാ സീറ്റെങ്കിലും ഈ പുതിയ വിവാദത്തിൻ്റെയും മറ്റ് പശ്ചാത്തലത്തിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെയും മറ്റും റിസൾട്ട് പരിശോധിക്കുമ്പോൾ കൊല്ലത്ത് പിന്നിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഇതും മുകേഷിനെ സംരക്ഷിക്കാനുള്ള തീരുമാനത്തിന് കാരണമായി പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം രാഷ്ട്രീയമായ തിരിച്ചടികളും രാഷ്ട്രീയമായ പ്രശ്നങ്ങളും കണക്കിലെടുത്താണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക്, മുകേഷിനെ സംരക്ഷിക്കുന്ന സമീപനത്തിലേക്ക് എത്തുന്നത്. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന അതേ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടോടുകൂടി പൊതുസമൂഹത്തിൽ ഈ ലൈംഗിക പീഡനങ്ങളെപ്പറ്റിയും ഇത്തരം പരാതികളെപ്പറ്റിയും വലിയ തോതിലുള്ള അവബോധം. ശരി, നമുക്ക് ബിനോയ് വിശ്വം പറയുന്നു അഭിപ്രായ ഭിന്നതയില്ല, സംസ്ഥാന സെക്രട്ടറിയാണ്